അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനുകളെ, വിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ 10 നമ്മളോട് വിട ചൊല്ലുകയാണ്. ഇനി നമ്മിലേക്ക് കടന്നു വരുന്നത് മഗ്ഫിറത്തിൻ്റെ 10ആണ്. ധാരാളമായി ഇന്നത്തെ ഈ ദിവസത്തിൽ അള്ളാഹുവിനോട് റഹ്മത്തിനെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അള്ളാഹുവേ എനിക്ക് നീ റഹ്മത്ത് ചൊരിയണേ എന്ന് ധാരാളമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാഹു തആല റഹ്മത്ത് കിട്ടപ്പെടുന്ന വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. ഇന്ന് റമളാനിൻ്റെ 10ാമത്തെ ദിവസമാണല്ലോ. ഈ 10ാമത്തെ ദിവസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഹദിയായ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിവസമാണ്, ആണ്ട് ദിവസമാണ്. അല്ലാഹു തആല അവിടുത്തെ ദറജയെ ഏറ്റിക്കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ അർത്ഥത്തിലും ഒരു തണലായി നിന്ന മഹദിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മദ്ഹ് ധാരാളമായിട്ട് പറയുമായിരുന്നു. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിച്ചല്ലോ, നിങ്ങൾക്ക് ഖദീജയല്ലാത്ത മറ്റൊരു ഭാര്യയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സമ്പത്ത് തന്നത് ഖദീജ ബീവിയാണ്, എനിക്ക് മക്കളെ തന്നത് ഖദീജ ബീവിയിലൂടെയാണ്, എനിക്ക് പിന്നെ ഒരുപാട് സ്വാന്തനങ്ങൾ, തണലുകൾ, സമാധാനങ്ങൾ, എന്നെ എല്ലാവരും അവിശ്വസിച്ചപ്പോൾ എന്നിൽ വിശ്വാസമർപ്പിച്ചത് ഖദീജ ബീവിയാണ്. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹുവിനെ കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ നമ്മുടെ ഇവിടെ മസ്അയുടെ ഭാഗത്തുകൂടെ പുറത്തിറങ്ങുമ്പോൾ അവിടെ കാണുന്ന മലയാണല്ലോ ഷേബു അബൂ താലിബ്. ആ ഷേബു അബൂ താലിബിൻ്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പട്ടിണി കിടന്ന സമയത്ത് ഖദീജ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം, നീ ഇവിടെ സുഖമായി നിന്നുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു നബിയോട് പറഞ്ഞത്, നബിയെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ പോരാ, ആ പ്രയാസത്തിൽ ഞാനും പങ്കുകൊള്ളാമെന്ന് ഒരു ഭാര്യ ഭർത്താവിനോട് ഏത് രീതിയിൽ പെരുമാറണമോ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് മഹദി ആ സമയത്ത് മാറുകയാണ്. അതുകൊണ്ട് മഹദിയുടെ ജീവിത ചരിത്രങ്ങൾ ധാരാളമായി പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ അത് ചേർത്ത് വെക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.